പുതിയ പോകാനായിട്ട് ആൾക്കാരെ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. ഇങ്ങനെയാണ് ആൾക്കാരെ ബോർഡ് ചെയ്യുന്നത്. നല്ല തിരക്കാണ് ഞായറാഴ്ച ദിവസമാണെങ്കിൽ. ഇതുവഴിയാണ് ആൾക്കാരെ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാക്കനാട് ടെർമിനലാണ്. അത് ഇലക്ട്രിക്കൽ ഗവൺമെൻറ് വാട്ടർ മെട്രോ ടെർമിനലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ അകത്തേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ റൈഡ് ഞങ്ങൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കാക്കനാട് ടു വൈറ്റ്ല. സോ വൈറ്റ്ല ടു കാക്കനാടാണ് ഇലക്ട്രിക്കൽ ബോട്ട് ഞങ്ങൾ ഇന്ന് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. സോ ഗൈസ്, ഇതാണ് കാക്കനാട് വാട്ടർ മെട്രോ. നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറണം. ഇതാണ് ആ കിടക്കുന്ന ബോട്ട്. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന എൻട്രി കൗണ്ടറിലേക്ക് പോകുന്നത്. നല്ല അടിപൊളി ലൊക്കേഷനാണ് കാക്കനാട് വാട്ടർ മെട്രോ. ഇതാണ് ടിക്കറ്റ്. നല്ല അടിപൊളിയായിട്ടാണ് തന്നേക്കുന്നത്. സോ 2 ടിക്കറ്റിൻ്റെ റേറ്റ് 60 രൂപയാണ്. അത് കാക്കനാട് ടു വൈറ്റ്ല ചാർജ് ചെയ്യുന്നത് 60 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ വരാൻ കുറച്ച് ലേറ്റായി. ഓൾറെഡി ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് തന്നെ അടുത്ത ബോട്ട് വരുന്നത് 12:30-ക്കാണ്. എല്ലാ അരമണിക്കൂർ ഓടുമ്പോഴാണ് ബോട്ട്. ലൊക്കേഷൻ നല്ല കീഴിലുള്ള സ്പോട്ടാണ്. ഇവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ട്. വള്ളത്തിൽ വന്നിട്ടാണ് അവർ മീൻ പിടിക്കുന്നത്. ഇത് കാക്കനാടത്ത് ടെർമിനൽ വരുന്നത് ഇത് ഇരുമ്പന പാലമാണ്. തൃപ്പൂണിത്തുറയിൽ വരുന്നവർ നേരെ സ്ട്രെയിറ്റ് വരിക. ഈ പാലം കയറി ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്നും ലെഫ്റ്റിലേക്കൊരു റോഡുണ്ട്. ആ റോഡ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ വരാവുന്നതാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് താഴേക്ക് വരിക. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഞങ്ങൾ വാട്ടർ മെട്രോ റൂട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ കാക്കനാട് നിന്ന് വൈറ്റ്ലയിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ടെർമിനൽ വരുന്നത്. അകത്തേക്ക് നമ്മൾ അടിച്ചോണം ഉള്ളിൽ കയറാനായിട്ട്. നമ്മൾ ഇവിടെ നിന്ന് വേണം കയറാനായിട്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഗേറ്റ് പഞ്ച് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് വരാൻ. ഇത് ബോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്ന യാത്രക്കാരാണ്. നമ്മുടെ ബോട്ട് ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. അവിടെ നിന്ന് ഓൾറെഡി ഇപ്പോൾ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോട്ട് ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. നല്ല തിരക്കുണ്ട്. നമ്മൾ ആ ബോട്ട് ആൾക്കാരിറങ്ങിയ ശേഷം നമ്മൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അധികം തിരക്കില്ല, എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ബോട്ട്. ഈ കിടക്കുന്നതാണ് സംഭവം. ഫുള്ള് AC ആണ്. നല്ല അടിപൊളി സംഭവമാണ് ഇലക്ട്രിക്കൽ വാട്ടർ മെട്രോ. നല്ല സൂപ്പറായിട്ടാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫുള്ള് AC, നല്ല വൈബ്രന്റ് കളർ. സ്ഥലത്ത് ടെർമിൽ കൊടുത്തിട്ടുണ്ട് കാക്കനാട് ടു വൈറ്റ്ല, വൈറ്റ്ല ടു കാക്കനാട്. ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കാൻ മുന്നിലുള്ള സീറ്റൊക്കെ എടുക്കാം. കാണാൻ പറ്റുന്നു. മിച്ചുള്ള സീറ്റൊക്കെ തന്നെ എടുക്കാം. തന്നെ ഇരിക്കാം. അവിടെ സേഫ്റ്റിയുടെ ഓൾറെഡി എഴുതി കാണിക്കുന്നുണ്ട്. ബോട്ടിലെ സേഫ്റ്റി. ഇൻകേസ് എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടൊക്കെയാണ് കാണുന്നത്. ഇതാണ് ഫ്രണ്ട് സൈഡ് ബോട്ട് ഓടിക്കുന്ന ഫുള്ള് ക്യാമറയാണ്. ഗ്ലാസൊക്കെ നല്ല ഫുള്ള് ക്ലിയറാണ്. നമുക്ക് കറക്റ്റായിട്ട് എല്ലാം കാണാൻ പറ്റും. ഇതാണ് കാക്കനാടിലെ ടെർമിനൽ. ബോട്ട് തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് കാക്കനാട് ടെർമിനൽ വരുന്നത്. സൈലന്റ് ലൊക്കേഷൻ. നല്ല അടിപൊളിയായിട്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ബോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കാക്കനാട് ടെർമിനൽ.
കാക്കനാട് ടെർമിനൽ എഴുതിയിരിക്കുന്നത്. സ്ലോലി സ്ലോലി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളയാണ്. തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ട്. ഒരു അടിപൊളി വ്യൂ ആണ്. തിരിഞ്ഞു കഴിഞ്ഞു. നമ്മൾ പോയിരിക്കുകയാണ് കാക്കനാട് ടു വൈറ്റില. നല്ല സ്പീഡിലാണ് പോകുന്നത്. ഈ ഒരു രക്ഷയാണ്. നല്ല അപാരമായിട്ടുള്ള അടിപൊളി ലൊക്കേഷനാണ്. നല്ല വ്യൂ ആണ്.
മഴ പെയ്യുണ്ട്, ഇത് മഴ പെയ്തു. ശേ, ഹെൽമെറ്റ് നനഞ്ഞ് കുളിച്ച്. വാട്ടർ മെട്രോ പരിസരമാണ്. ബോട്ടും CCTV നിരീക്ഷണത്തിലാണ്. നിങ്ങളുടെ ചലനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ബോട്ട് വൈറ്റില ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. ഇപ്പോൾ നമ്മൾ വന്ന ബോട്ട്, അത് വേറെ ബോട്ട് കിടപ്പുണ്ട്. നല്ല മഴയാണ്. ഇത് വേണം പുറത്തേക്ക് പോകാനായിട്ട്. അവിടുത്തെ വൈറ്റില ടെർമിനൽ വരുന്നത്. വേറെ ബോട്ട് അവിടെ കിടപ്പുണ്ട്. എക്സിറ്റ് ഡോർ. ഈ കാർഡ് 5 മിനിറ്റ് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. കാർഡ് 5 കഴിഞ്ഞ ശേഷം വേണം പുറത്തേക്ക് നമ്മൾ ഇറങ്ങി പോകാൻ. ഞാൻ ഇവിടുത്തെ വൈറ്റില ടെർമിനൽ വരുന്നത്. കൊടുത്തിരിക്കുന്ന ഓരോ ബോട്ടിന് ടൈമിങ്ങാണ്. ഒരു ടൈമിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. പുറത്തിലേക്കുള്ള വഴി. ഇത് വൈറ്റിലയിലെ ബസ് ടെർമിനൽ ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. മെട്രോ സ്റ്റേഷൻ, ബസ് ടെർമിനൽ എല്ലാം ഈ ഭാഗത്ത് കൂടി പുറത്തേക്ക് പോയതിനു ശേഷം നമുക്ക് കടക്കാൻ പറ്റും. ഇതാണ് കൊച്ചി വാട്ടർ മെട്രോ. കാണുന്നത് കൊച്ചി, ഇത് വൈറ്റില ബസ് ടെർമിനൽ ഹബ്ബാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ബസ് വേണമെങ്കിൽ ബസ്സിൽ കയറാം. കാണുന്നത് മെട്രോ സ്റ്റേഷനാണ്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി ഞങ്ങൾക്ക് മെട്രോ ഇറങ്ങി അങ്ങനെയും പോകാൻ സാധിക്കും. രണ്ടും കണക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് വൈറ്റില. ഇനി നമുക്ക് തിരിച്ച് കാക്കനാട് ഭാഗത്തേക്കാണ് പോകേണ്ടത്. ആ വന്ന ബോട്ട് തന്നെ തിരിച്ച് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ബോർഡ് ചെയ്ത് വയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തോലി ആ ബോട്ടിലേക്ക് ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ നിന്നാൽ